സൗരോർജ്ജ പരിഹാര സേവനദാതാക്കളായ ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 13ാമത് പുതിയ ശാഖ പഴയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പഴയന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഷഹലാസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി നിർവഹിച്ചു. ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 13ാമത് ബ്രാഞ്ച് പഴയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ സൗരോർജ്ജ പരിഹാര സേവനദാതാക്കളായ ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 13ാമത് പുതിയ ശാഖയാണ് പഴയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. പഴയന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഷഹലാസ് ബിൽഡിംഗിൽ സജ്ജീകരിച്ച പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി നിർവഹിച്ചു. നമ്മുടെ സോളാറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം അധ്യക്ഷൻ വളരെ വിശദമായി തന്നെ പറഞ്ഞതെന്ന് നമുക്കറിയാം. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സോളാറിൻ്റെയും ആവശ്യകത ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കുറിച്ചും വളരെ വിശദമായി തന്നെ നമ്മുടെ അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ജിബിൻ സോളാറിൻ്റെ ഈ 13ാമത്തെ ബ്രാഞ്ച് തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാൻ കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം എല്ലാവരുടെയും ഈ ജിബിൻ സോളാറിൻ്റെ ഒരു പേര് ഉടലെടുക്കട്ടെ. എല്ലാവരുടെയും വീടുകളിൽ ജിബിൻ സോളാർ പ്രവർത്തനമാകട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തെ ആശംസിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര ഗംഭീരമായി മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജിബിൻ സോളാർ മാനേജിംഗ് ഡയറക്ടർ ഷാജി തോമസ് അധ്യക്ഷത വഹിച്ചു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ല, അത്യാവശ്യമാണ്. കാരണം സാധാരണ ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആദ്യമൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് വലിയ വീടുകളിലാണ് വലിയ കറണ്ട് ബില്ല് വരിക എന്നുള്ളതാണ്. കാലഘട്ടം മാറി, കഥയും മാറി. ഇപ്പോൾ ഒരു സാധാരണ വീട്ടിലാണെങ്കിൽ പോലും നല്ലൊരു കറണ്ട് ബില്ല് വരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂടിൽ കഴിഞ്ഞ സീസണിലൊക്കെ AC വയ്ക്കുന്നവർ ഒരു AC വാങ്ങിയാൽ 1 മാസം വരെയൊക്കെ ഇൻസ്റ്റലേഷൻ വെയിറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം അത്രയും AC-കൾ നമ്മുടെ നാട്ടിൽ കൂടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നോക്കിയാൽ അറിയാം, മിക്കവാറും വാഹനങ്ങളെല്ലാം പച്ച ബോർഡ് കാണാം. പച്ച ബോർഡ് ഇരിക്കുന്ന വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് വെഹിക്കിളുകളാണ്. ഓണത്തോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങൾ അടങ്ങിയ ലക്കി ഡ്രോ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ആദ്യ പതിപ്പ് KC എബ്രഹാം മാസ്റ്റർക്ക് നൽകി. ഫാദർ റോബിൻ, ഫാദർ ബാസ്റ്റിൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി ബാലൻ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ആനന്ദൻ, സെക്രട്ടറി ഷാജി ജേക്കബ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സാധാരണ നമ്മൾ എന്ത് സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാലും അതിന്റെ ചുവട് പിടിച്ചിട്ട് അടുത്തടുത്ത് കൂണ് മുളയ്ക്കുന്നമാതിരി കുറേ സ്ഥാപനങ്ങൾ വരും. അപ്പോൾ ആർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇല്ലാണ്ട് പോകും. ഈ സ്ഥാപനം ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നമ്പർ 1 എന്നുള്ളതാണ്. ആ സ്ഥാനം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ. കറണ്ട് ബില്ല് എന്ന് പറയുന്നത് സാധാരണ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. 5000-10000 രൂപയൊക്കെ ഓരോ മാസം കറണ്ട് ബില്ല് വരുന്ന ഭവനങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ദേവാലയത്തിലൊക്കെ 5000 അല്ലെങ്കിൽ 10000 രൂപയ്ക്ക് അടുത്തൊക്കെ ഓരോ മാസവും കറണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചർച്ച ചെയ്തു, നമുക്ക് സോളാർ അത് ചെയ്യാം. ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം സോളാറും മറ്റു കാര്യങ്ങളും AC-യോട് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാം കൂടി ഒരു 5 ലക്ഷം രൂപയെ നമുക്ക് മുതൽ മുടക്ക് വരികയുള്ളൂ. പെരുമ്പാവൂരിൽ നിന്നും പഴയന്നൂരിൽ എത്തിച്ചേർന്ന ഷാജിയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2011 പെരുമ്പാവൂരെത്തുന്നത്. അന്ന് മുതലുള്ള സുഹൃത്ത് ബന്ധമാണ് ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു. ഷാജി അന്ന് ഇവിടെ ഒരു ഹോം അപ്ലയൻസ് സ്ഥാപനമാണ് നടത്തിയിരുന്നത്. അതിൽ നിന്ന് സോളാറിലേക്ക് മാറുകയും വളരെ നല്ല രീതിയിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പുതിയ യൂണിറ്റുകൾ ആരംഭിച്ച് ഒരു യൂണിറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ യൂണിറ്റ് കാസർഗോഡ്, അത് കഴിഞ്ഞിട്ട് 1-2 മാസമേ ആയുള്ളൂ. അതിനിടയ്ക്ക് തന്നെ അടുത്ത യൂണിറ്റ് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്.
ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്കായി നടത്തിയ പ്രത്യേക നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി 32 ഇഞ്ച് LED TV ഫ്രീ ലുക്ക് ടൈലറിംഗ് ഉടമ രാമചന്ദ്രന് ലഭിച്ചു. കൂടാതെ പ്രോത്സാഹന സമ്മാനമായി 10 പേർക്ക് പ്രഷർ കുക്കറുകളും സമ്മാനമായി നൽകി. സമ്മാനം ഷാജി തോമസ് നൽകുന്നു. കൂടാതെ സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് കൂപ്പണുകളും നൽകി. ഉദ്ഘാടന വേളയിൽ കസ്റ്റമർ ഫീഡ്ബാക്കിന്റെ ഭാഗമായി ദിലീപ് കൊട്ടാരപ്പാട്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. സജിയുടെ സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുന്നത് 14 മാസം മുന്നേ കഴിഞ്ഞ മെയ്യിലാണ്. 14 മാസം മുന്നേ 2025 മെയ്യിലാണ് എനിക്കത് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 15 ദിവസത്തിനുള്ളിൽ എനിക്ക് അത് വർക്ക് ചെയ്യാൻ കിട്ടി, കറണ്ട് കിട്ടാൻ തുടങ്ങി. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും സജി തന്നെയാണ് ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ സബ്സിഡിയും ബാങ്കിലേക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ഒരു ദിവസം 29 മുതൽ 31 യൂണിറ്റ് വരെ എനിക്ക് കറണ്ട് ലഭിക്കുന്നുണ്ട്. ഇതിനോട് തന്നെ അനുബന്ധിച്ച് എനിക്ക് വീട്ടിൽ തന്നെ ഒരു പോൾട്രി ഫാം ഉണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഫാമിലെ ബില്ല് ഏകദേശം ഒരു 7,500 രൂപ 2 മാസം കൂടുമ്പോൾ വരാറുണ്ട്. വീട്ടിലൊരു 4,800 5,000-നുള്ളിൽ വീട്ടിലും കറണ്ട് ബില്ലുണ്ട്. ഇപ്പോൾ എനിക്ക് ആകെ കൂടി വരുന്നത് വീട്ടിലെ ബില്ല് 275 രൂപയാണ്. പിന്നെ ഫാമിലെ ബില്ല് വരുന്നത് 330 രൂപയാണ്. മാത്രമല്ല വീട്ടിലെ ഗ്യാസ് കണക്ഷൻ 24 ദിവസത്തിനുള്ളിൽ കഴിയുമായിരുന്നു. ഇപ്പോൾ 2.5 മാസമായിട്ട് ഒരു സിലിണ്ടർ കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഇവിടെ സോളാറിൻ്റെ ഇൻഫ്രാറെഡ് വെച്ച കാരണം കൊണ്ട് പാചകം മുഴുവനും അതിലായി. അത് കാരണം കൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്. ഈ എല്ലാവരും ഇതുപോലെ ഞാനൊരു 5 കെവിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ തന്നെ സോളാർ വെച്ച് കറണ്ട് ലാഭിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കമ്പനിക്ക് ഗുണനിലവാരമുള്ള സേവനവും മികച്ച ഉപഭോക്തൃ പിന്തുണയുമാണ് ജിബിൻ സോളാറിനെ ചുരുങ്ങിയ സമയം കൊണ്ട് ജനപ്രിയമാക്കിയതെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. അമിതമായി വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ലിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല പോംവഴി സോളാർ വയ്ക്കുക എന്ന് തന്നെയാണ്. സോളാറിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പൊതുജനത്തിന് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന സംഗതികളാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ ബ്രാൻഡുകൾ സോളാർ യുഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകളും പ്രീമിയം ബ്രാൻഡുകളല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സോളാർ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ഏത് കമ്പനിയുടെ സോളാർ സ്ഥാപിക്കുന്നു എന്നുള്ളതും അത് ആര് സ്ഥാപിക്കുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. 25 വർഷം മുതൽ 30 വർഷം വരെ പാനലിന് പെർഫോമൻസ് വാറണ്ടിയും 10 വർഷം ഇൻവെർട്ടറിന് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും 5 വർഷം ഓവറോൾ ഐറ്റംസിന് വാറണ്ടിയും തരുന്ന പ്രമുഖ ബ്രാൻഡാണ് ജിബിൻ സോളാർ. ജിബിൻ സോളാറിൻ്റെ 13ാമത് ബ്രാഞ്ചാണ് നമ്മളിന്നിപ്പോൾ പഴയന്നൂർ സജിയുടെ ഉടമസ്ഥതയിൽ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പഴയന്നൂർ നിവാസിയായ സജി ജോർജാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് വിളിച്ചാലും ഒരു സർവീസിനും അതുപോലെ വിശ്വസ്തതയ്ക്കും ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പഴയന്നൂർ നിവാസികൾക്ക് കൈവന്നിരിക്കുന്നത്. വിശ്വസ്തരായ ആളെ കൊണ്ട് വിശ്വസ്തമായ ബ്രാൻഡ് സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും വലിയ ചലഞ്ച്. അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ജിബിൻ സോളാർ. ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർ സജി ജോർജ് പടന്നമാക്കിൽ നന്ദി അറിയിച്ചു. ജിബിൻ സോളാർ, ഷഹ്ലാസ് ബിൽഡിംഗ്, പഴയന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപം. ഫോൺ 9444715625. നമ്മൾ ചേലക്കര ബ്രാഞ്ചിൽ നിന്നും ഏകദേശം 50ഓളം പ്രൊജക്റ്റുകൾ നമ്മൾ ഈ ഏരിയയിലായിട്ട് ചെയ്തിട്ടുണ്ട്. ജിബിൻ സോളാർ ചെയ്തിട്ടുണ്ട്. ഈ ബ്രാഞ്ചുകളിൽ നിന്നും ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിൻ്റെ സർവീസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശവും നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ താല്പര്യവും കൂടെ കണക്കിലെടുത്ത് ഇനിയും ആളുകൾക്ക് സോളാർ വയ്ക്കാനുള്ള സൗകര്യത്തിനും കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പോൾ പഴയന്നൂർ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ ബ്രാഞ്ച് പഴയന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ഷഹ്ലാസ് ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതിനൊപ്പം തുടർന്ന് എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു.